ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരുപാട് നാളായി ഒരു ഫേസ് ടു വീഡിയോ വന്നിട്ട്. അപ്പം ഞാനിപ്പോ ഇന്ന് ഈ വീഡിയോ ഇടുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചധികം മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൽ ഡിസൈൻ ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെറിയൊരു പീസിനകത്ത് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ അതിന്റെ ആ ഒരു സെറ്റിങ്സ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു നേരത്തെ തൊട്ട് ഇടുന്നത്. അപ്പൊ നമുക്ക് അതിന് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ ഇപ്രാവശ്യം ഞാൻ നേരത്തെ തയ്ച്ചിട്ടുണ്ട്, ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കാണിക്കാം. അപ്പം അത് കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാം. ഒരു വഴിയാണിത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്കിപ്പോൾ ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഒരുപാട് ഡ്രസ്സുകൾ കാര്യങ്ങളും എല്ലാം നമുക്കിങ്ങനെ സെയിൽ ആകുന്നുണ്ട്. അത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വരുമാനം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് ഉഷ ജെനോമിയുടെ നമുക്കിപ്പം സാധാരണമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ ഒരു ഉഷ ജെനോമിന്റെനെക്കാട്ടിലും ചെറിയൊരു മെഷീൻ ഉണ്ട്. അതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും അതില് വർക്ക് ചെയ്യാൻ പറ്റും, പറ്റത്തില്ലെന്നല്ല പറഞ്ഞത്. നമുക്ക് നമ്മൾ ശ്രമിച്ചാൽ എല്ലാ മെഷീനിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ തയ്ക്കുന്ന സാധാ നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടല്ലോ, കുറഞ്ഞ ടൈപ്പ്. അതുകൊണ്ട് ഇതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച സ്റ്റിച്ചിങ് മെഷീൻ ആയിരുന്നു. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല. അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കത്തുള്ളൂ. ഈ മെഷീനിൽ വരെ നമുക്ക് ഈ എംബ്രോയിഡറി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാനിത് പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ മൂടിയിട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നെ അതല്ല, നമ്മുടെ ഉഷ ജെനോമയുടെ മെഷീൻ, അലോ ഡിലക്സിന്റെ മെഷീനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതുപോലുള്ള വർക്ക്, ഇതിപ്പോ നമ്മൾ ചെയ്ത വർക്കുകളാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ 2-3 വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നു. ഒന്നും അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് നമ്മൾ ഒരു ഫോട്ടോ ഇടുകയോ എന്തെങ്കിലും ഒരു നമ്മളൊന്ന് ചെയ്താൽ മതി. നമുക്ക് നല്ല കമന്റ്സും കാര്യങ്ങളും, നമുക്ക് നമ്മുടെ വർക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിലും വരും. അപ്പം ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ മതി നമ്മൾ ഇതുപോലെ ഒരു വർക്ക് ചെയ്ത്. 2 മണിക്കൂർ വേണ്ട, നമുക്ക് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ വർക്കുകളെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ചെയ്തേക്കുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ വിചിത്ര സിൽക്സിന്റെ മെറ്റീരിയൽ ആണ്. വലിയ റേറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല. എല്ലാ ഹോൾസെയിൽ കടയിലും നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടും. അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചാൽ നമുക്ക് ഒരു ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ നമ്മൾ എടുത്താൽ മതി. ഇത് നമ്മൾ ചെറിയ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ ചെയ്തത്. ഇത് ഞാൻ തന്നെ നമ്മൾ വരച്ചാണ്. ഇപ്പം പിൻട്രസ്റ്റിനകത്തു നിന്നൊക്കെ നമുക്ക് ഡിസൈനും കാര്യങ്ങളും ഒക്കെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഒരു ഡിസൈൻ വരച്ചു കൊടുത്ത് കഴിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തതാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഷോൾഡറിലോട്ട് ഇങ്ങനെ വർക്ക് വരുന്നത്. അത് എനിക്ക് ഒരുപാട്, ഞാൻ ചില ഇങ്ങനെ ഒരു 3-4 വർഷം മുന്നേ തന്നെ ഈ ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഒന്ന് ആഗ്രഹിച്ചായിരുന്നു ഇതുപോലെ ഡിസൈൻ ചെയ്യണമെന്ന്. അപ്പൊ എനിക്കിപ്പോ അത് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ അത് വർക്ക് ഓവറോൾ ലുക്ക് ഇതാണ്. കയ്യിലും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കയ്യിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ഡിസൈൻ ചെയ്യാം. അത് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. ഇതാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത്, നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം. പിന്നെ നമുക്ക് ഓരോരുത്തരും പെട്ടെന്ന് നമ്മൾ മെഷീനിൽ കയറി ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമാണിത്. ഞാൻ ഈ മെഷീൻ വാങ്ങിച്ച സമയത്ത് ഈ മെഷീൻ എനിക്ക് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തതാണ് പഠിച്ചത്. അന്നേരം ഞാൻ വിചാരിച്ചു അയ്യോ പൈസ പോയി, വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ ഞാൻ നല്ലതുപോലെ ഇരുന്ന് ശ്രമിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ ഇത്രയും വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇപ്പൊ എന്ത് വർക്ക്, ഏത് ഡിസൈൻ ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു വരുമാനമാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ്ങിനകത്ത് നമുക്ക് ഏണിങ്സ് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ ബൈ.